ഇന്ത്യൻ സൈന്യത്തിന്റെ റിക്രൂട്ട്മെന്റ് നടപടിയായ അഗ്നിപഥ് വഴി നേപ്പാളിലെ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് വീണ്ടും ആരംഭിക്കണം എന്ന ആവശ്യവുമായി യുവാക്കൾ രംഗത്ത് വന്നു. ഈ വിഷയത്തിൽ മുൻ ഗൂർഖ സൈനികർ നേപ്പാളിലെ പൊഖാറ തെരുവിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷവും നേപ്പാൾ യുവാക്കളെ ഇന്ത്യൻ സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് 2019 മുതൽ റിക്രൂട്ട്മെന്റുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇന്ത്യ അഗ്നിപഥ് പദ്ധതി ആരംഭിച്ചതോടെ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നേപ്പാൾ സർക്കാർ നേപ്പാൾ യുവാക്കളെ ഇന്ത്യൻ സൈന്യത്തിൽ ചേരുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനെതിരെയും കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ശക്തമായ സഹകരണ ബന്ധങ്ങളിലൊന്നാണ് ഇന്ത്യൻ സൈന്യത്തിലെ ഗൂർഖ സൈനികരുടെ റിക്രൂട്ട്മെന്റ്. നേപ്പാളിൽ തൊഴിലവസരങ്ങൾ കുറവായതിനാൽ രാജ്യത്തെ നിരവധി യുവാക്കൾ അഗ്നിപഥ് പ്രകാരം ഇന്ത്യൻ സൈന്യത്തിൽ ചേരാൻ താൽപര്യപ്പെടുന്നവരുമാണ്. ഇന്ത്യൻ എക്സ് സർവീസ്മാൻ ഗൂർഖ ബ്രിഗേഡ് നേപ്പാൾ പൊഖാറയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിന്റെ നേപ്പാൾ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഈ പ്രതിഷേധം നടന്നത്. മുൻ സൈനികരും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളും ഈ റാലിയിൽ പങ്കെടുത്തിരുന്നു. പൊഖാറ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് പരിസരത്ത് അവസാനിച്ചു. തുടർന്ന് സംഘാടകർ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചീഫ് ഡിസ്ട്രിക്ട് ഓഫീസർക്ക് നിവേദനവും നൽകി. രാജ്യത്ത് തൊഴിൽ അവസരങ്ങൾ കുറവായതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നേടാൻ തങ്ങൾ നിർബന്ധിതരാകുന്നതിന് പകരം നേപ്പാൾ യുവാക്കളെ ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നിവീറുകളായി ചേരാൻ അനുവദിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നേപ്പാളി യുവാക്കളുടെ തൊഴിൽ അവസരങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗൂർഖ സൈനികരുമായി ബന്ധപ്പെട്ട പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് പ്രക്രിയ ഉടനെ തന്നെ വീണ്ടും ആരംഭിക്കണമെന്നും ഈ യുവാക്കൾ ആവശ്യപ്പെടുന്നു. മുൻ സൈനികരെ പ്രതിനിധീകരിക്കുന്നതും വിമുക്ത ഭടന്മാർ എന്ന പദം വഹിക്കുന്നതുമായ സംഘടനകളുടെ രജിസ്ട്രേഷൻ നടപടികൾ നിർത്തിവെക്കരുതെന്നും ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരുന്നു. മുൻ സൈനികരുടെ അന്തസ്സും അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിന് അത്തരം സംഘടനകൾ എപ്പോഴും ആവശ്യമാണെന്നും അവർ വ്യക്തമാക്കി. സായുധ സേനയുടെ 3 സേനാ വിഭാഗങ്ങളിലേക്കും ഓഫീസർ റാങ്കിന് താഴെയുള്ള സൈനികരെ 4 വർഷത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനായി നടപ്പിലാക്കിയ ടൂർ ഓഫ് ഡ്യൂട്ടി സ്റ്റൈൽ പദ്ധതിയാണ് അഗ്നിപഥ് സ്കീം. 2022 സെപ്റ്റംബറിലാണ് ഈ റിക്രൂട്ട്മെന്റ് പദ്ധതി ആരംഭിച്ചത്. ഈ സംവിധാനത്തിന് കീഴിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ജീവനക്കാരെ അഗ്നിവീർ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇതുപ്രകാരം സൈനികർക്ക് 4 വർഷമാണ് സേവന കാലാവധി. അതിനുശേഷം 25% വരെ ആളുകളെ ദീർഘകാല സേവനങ്ങൾക്കായി സൈന്യത്തിൽ തന്നെ നിലനിർത്തും. ഇന്ത്യയിൽ നിന്നും ആയിരക്കണക്കിന് യുവാക്കളാണ് ഓരോ വർഷവും അഗ്നിപഥിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തിൽ പ്രവേശിക്കുന്നത്. ഇന്ത്യ നേപ്പാൾ ബന്ധം ദൃഢമാക്കുന്ന ഒന്നായിരുന്നു ഇന്ത്യൻ കരസേനയുടെ ഗൂർഖ റെജിമെന്റിലേക്ക് നേപ്പാൾ പൗരന്മാരെ നിയമിക്കുന്നത്. കോവിഡിനെ തുടർന്നാണ് കരസേന റിക്രൂട്ട്മെന്റ് നിർത്തിവെച്ചത്. പിന്നീട് ഇന്ത്യ അഗ്നിപഥ് പദ്ധതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നേപ്പാൾ ഭരണകൂടം റിക്രൂട്ട്മെന്റ് താൽക്കാലികമായി നിർത്തിവെച്ചു. അഗ്നിവീർ പദ്ധതി ഇന്ത്യ, നേപ്പാൾ, ബ്രിട്ടൻ എന്നിവർ തമ്മിലുള്ള 1947 ത്രികക്ഷി ഉടമ്പടിയിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നേപ്പാൾ ഭരണകൂടത്തിന്റെ ആ നടപടി.